Hello friends, welcome to my channel. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് വെച്ചിട്ടുള്ള അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൽ ഗോതമ്പ് മാത്രമല്ല കേട്ടോ, കുറച്ച് നമ്മൾ രായിപ്പൊടി കൂടി ചേർക്കും. രായി കൊണ്ടുള്ള അട ടേസ്റ്റ് കുറവല്ലേ, അപ്പം ഇങ്ങനെ മിക്സ് ആക്കി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്യും. പിന്നെ രായിപ്പൊടിയിൽ കൂടുതലായിട്ട് അയൺ കണ്ടന്റ് ഉള്ള കാരണം ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതുമാണ്. ഈ അടയുടെ മിക്സിയിൽ തേങ്ങയും ശർക്കരയും പിന്നെ 2 ഏലക്കായ കൂടി ചതച്ച് ചേർത്തിട്ടുണ്ട്. ഈ ഏലക്കായക്ക് പകരമായിട്ട് ചിലർ ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, രണ്ടിനും 2 തരം ടേസ്റ്റ് ആണ്. ദിയമോള് രാവിലെ തന്നെ കളിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഒരു സൈഡിൽ പത്രം വായിക്കുകയാണ്. പത്രം അങ്ങനെ അരിച്ചു പെറുക്കി വായിക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കും. ഇതേ സമയം ഉമ്മച്ചി ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സാദാ ചോറാണ്, പിന്നെ അതിലേക്ക് അമരപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അയലമീൻ കറി വെച്ചിട്ടുണ്ട്, തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വെച്ചിട്ടുള്ളത്. പിന്നെ അയലമീൻ തന്നെ പൊരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോവാണ്. അരിപ്പൊടി വെച്ചിട്ട് അച്ചപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് 3 കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, സാധാ അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ 1 കപ്പ് മൈദ, പിന്നെ 2 കോഴിമുട്ട, 1/2 കപ്പ് പഞ്ചസാര, 5 ഏലക്കായ, പിന്നെ 1 തേങ്ങയുടെ നല്ല തിക്കായിട്ടുള്ള പാല്. അപ്പോൾ ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക, പഞ്ചസാരയും ഏലക്കായും കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 കോഴിമുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. പഞ്ചസാര ഇപ്പോൾ 1/2 കപ്പ് ചേർത്തിട്ടുള്ളൂ, ഇനി മധുരം നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് കേട്ടോ ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അച്ചപ്പം നല്ല ടേസ്റ്റി ആവും. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുമ്പോഴുള്ള എണ്ണ വറ്റുന്നത് അതിന് കുറച്ച് കുറവുണ്ടാവും. ഇനി എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് നോക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കരിഞ്ജീരകം അല്ലെങ്കിൽ എള്ള് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 അല്ലെങ്കിൽ 2.25 കപ്പോളം വെള്ളം ചേർത്തിട്ട് നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് അച്ചപ്പത്തിൻ്റെ പാകത്തിലാക്കി എടുക്കണം. ഈ സമയത്ത് മധുരം ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ ആകെ 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മിക്സ് റെഡിയാക്കാനായിട്ട് 2.25 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്.
ഏകദേശം ബാറ്റർ റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സ്പൂൺ ഇതുപോലെ ഒന്ന് മുക്കി നോക്കുക. അപ്പോൾ ഇതാ ഇത്രയും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇനി അച്ചപ്പം ഉണ്ടാക്കി തുടങ്ങാം. നമ്മുടെ അച്ച് എണ്ണയിൽ ഇങ്ങനെ മുങ്ങിക്കെടുക്കണം കേട്ടോ. കുറച്ച് നേരം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ബാറ്ററിൽ മുക്കി കൊടുക്കുക. അത് ഒരു ഫുള്ളായിട്ട് മുക്കരുത്, ഒരു 1/4 ഭാഗോളം. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ അതിങ്ങനെ വിട്ട് വരും. എന്നിട്ട് പിന്നെയും ഇതുപോലെ എണ്ണയിൽ തന്നെ ഇട്ട് വെക്കുക. നന്നായിട്ട് ചൂടായതിന് ശേഷം പിന്നെയും നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് അങ്ങനെയായിട്ട് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതേ സമയം നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള അച്ചപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും ആയിക്കഴിഞ്ഞാൽ അത് കോരി മാറ്റുക കേട്ടോ. അച്ചപ്പം നല്ല ഡാർക്ക് കളർ ആവണ്ട, ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ തന്നെ എടുത്തു മാറ്റാം കേട്ടോ. അച്ചപ്പം പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ പൂവ് പോലെയുള്ള മുകൾ ഭാഗം അടിയിലേക്ക് ആവുന്ന രീതിയിൽ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളെ ഓയിലൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ അച്ചപ്പത്തിൻ്റെ അച്ച് ഇവിടെ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന കാരണമാണ് പെട്ടെന്ന് തന്നെ വിട്ട് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നല്ലെണ്ണയിൽ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം പുളിവെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ബാറ്ററിൽ നിന്നും ഒരു 50 അച്ചപ്പോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്പി അച്ചപ്പൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.